ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു A4 വിഷൻ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട് ആണ്. ഇവിടെ നിങ്ങൾ ദർശിക്കുന്നത് ഒരു എയറോപ്ലെയിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അതോടൊപ്പം തന്നെ ട്രെയിനിൻ്റെ ഒരു രൂപകൂടെ കാണാൻ പറ്റും. ഒരു കമ്പാർട്ട്മെൻറ്റ് വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ദർശിച്ചാൽ കാണും, നിങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. ഒരു എയറോപ്ലെയിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദർശിക്കുന്നത് ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുമാണ്. ഇത് ടി തോമസ് ജെയിംസ് തലച്ചിറയ്ക്കലിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്ന വീടാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ പുള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. അതുപോലെ കല്ലും സിമെൻറ്റും ഒന്നും ഈ വീടിന് ഉപയോഗിച്ചിട്ടില്ല. അത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. അദ്ദേഹം വീട്ടിലുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിൻ്റെ ഒരു ഭാഗം നോക്കി അറിയാം, ഒരു ഷിപ്പിൻ്റെ ആകൃതിയാണ്, കപ്പലിൻ്റെ ഭാഗം. അപ്പം 3 വ്യത്യസ്ത രൂപങ്ങളിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു കപ്പലിൻ്റെ രൂപം, അതേസമയം ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ എയറോപ്ലെയിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു വീട് ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും വളരെ വ്യത്യസ്തമായ മനോഹരമായ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരവിരുതിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയിൽ വീട് നിർമ്മിച്ച ജെയിംസ് സാറിനെ നമുക്ക് നേരിൽ ഒന്ന് പരിചയപ്പെടാം. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കോളിംഗ് ബെല്ല് അമർത്തിയിട്ടുണ്ട്. വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടെ കാത്തു നിൽക്കുന്നു. ഹായ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് ആ സ്വപ്ന ഭവനത്തിൻ്റെ ഉൾഭാഗം. അത് നോക്കൂ, ഇത് സാറിൻ്റെ അച്ഛനും അമ്മയുമാണ്. അത് സ്വീകരണ മുറിയിൽ തന്നെ അത് രൂപകൽപ്പന ചെയ്ത് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളാണ്. അപ്പോൾ ആ മാതാപിതാക്കളെ സ്വീകരണ മുറിയിൽ തന്നെ സാറിൻ്റെ അവരെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. സാറേ, ഇങ്ങനെ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് സാറിനുണ്ടായ പ്രചോദനം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ മോർണിംഗ് അനിലെ. ഗുഡ് മോർണിംഗ്. എന്നെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പേര് ജെയിംസ് എന്ന്. അതിന്റെ വീടുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് ചാനലുകളിലും വീഡിയോകളിലൊക്കെ ഈ ഭവനം കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവൻ BBC പോലും കവർ ചെയ്തു എന്ന് പറയുന്നു. അതിന് ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയാൻ വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ക്രിയേഷൻ ഞാൻ ഈ കാണുന്ന എലിവേഷൻ ഇവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കല്ലും മണ്ണും തടിയും ഇല്ലാതെ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു.
പ്രായോഗിക ലൈഫിൽ അത് സൂട്ടബിൾ അല്ല എന്ന് ഒരുപാട് പേര് എന്നെ അഡ്വൈസ് ചെയ്തു. പക്ഷേ എന്റേതായ ഐഡിയ ഞാൻ മുന്നോട്ട് പോയി, ആ ഡയറിനോടെ മുന്നോട്ട് പോയി ഈ കാണുന്ന സ്റ്റേജിലൊക്കെ എനിക്ക്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സഹകരണം ആരുടെ ഭാഗത്തുനിന്നായിരുന്നു സപ്പോർട്ട്? ആദ്യമൊന്നും ആർക്കും സപ്പോർട്ട് ഇല്ലായിരുന്നു, പിന്നീട് ഫാമിലി സപ്പോർട്ടായി. ആദ്യമൊക്കെ ഇതുവഴി പോകുന്ന ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് എനിക്ക് വട്ടാന്നാ. ഓക്കെ, അത് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അങ്ങനെയാണ് നമ്മുടെ നാടും അങ്ങനെയാണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ അവൈലബിലിറ്റിയാണ്. ഓക്കെ, കേരളത്തിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷനും ഇല്ലായിരുന്നു. കൊറോണയുടെ ടൈം ആയതുകൊണ്ട് എനിക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒത്തിരി പൈസയായി. അങ്ങനെ പൂന, ഹൈദരാബാദൊക്കെ നിന്നാണ് ഞാൻ എന്റെ മെറ്റീരിയൽസ് കൂട്ടുവന്നത്. അങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ എനിവേ എന്റെ ദൈവത്തിന്റെ കുറവുണ്ട് ഈ കാണുന്ന സ്റ്റേജിലൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റി. അപ്പൊ ഈ ഏകദേശം ഇപ്പൊ ഇതിന് എന്ത് കോസ്റ്റ് വന്ന് കാണും ഇതെല്ലാം കൂടി? 60-70 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടത് ഏത് സമയത്താണ്? ഈ കൊറോണ കാലത്തായിരുന്നു. കൊറോണ കാലത്ത് മെറ്റീരിയൽ അവൈലബിലിറ്റി ഇല്ലാതെ അങ്ങനെ എന്റെ കുറെ ടൈം വേസ്റ്റ് ആയി. പിന്നെ എനിക്ക് വേറെ തിരിച്ചു പോകേണ്ട വന്നു. ഞാൻ എന്റെ കോവർക്കറെ കൊണ്ടാണ് ഇവിടെ വന്നത്. ജെയിംസ് സാറ് ഗൾഫിലായിട്ട് എത്ര വർഷം? ഗൾഫിലായിട്ട് 10-30 വർഷമായി. ഫാമിലി എല്ലാം ഇവിടെ ആണോ? എന്റെ ഫാമിലി എല്ലാം. ഓക്കെ, മക്കള് 2 പേരാണ് എനിക്ക്. മൂത്താളിന്റെ പേര് ബോസ്, ഇളയാളുടെ പേര് ജിമ്മി. മൂത്താൾ അവിടെ ബഹറിൽ വർക്ക് ചെയ്യുന്നു, ഇളയാൾ ഇവിടെ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. അപ്പൊ ഇവിടെ ഇത് വന്ന് ഈ ഫിനിഷായി കഴിഞ്ഞപ്പം ഈ രൂപത്തിൽ സാറിന്റെ ആ മനസ്സിൽ കണ്ട ആ രൂപ രീതിയിൽ ഈ വീട് വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം നമ്മളെ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? പിന്നെ എല്ലാരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീടാണെന്ന് പറയുന്നത്. ഓക്കെ, സത്യം പറയുകയിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു വീടില്ല, ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടില്ല. ഇപ്പൊ എറണാകുളത്ത് എവിടെ എങ്ങാണ്ട് ഒരു ബിൽഡിങ്ങിന്റെ കപ്പലിന്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ട്രെയിനിന്റെയും അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ, ആരെയും കണ്ടില്ല. ഈ വീടിനുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ കല്ലോ മണ്ണോ തടിയോ ഈ വീട്ടിലില്ല. ശരി, കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറാണ്. ആർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തടിയില്ലാതെ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ചെക്ക് ചെയ്യാം, ഒരു പീസ് തടി ഇല്ലില്ല, തടിയില്ല. താഴെ വിശാലമായിട്ടുള്ള പാർക്കിംഗ്, എത്ര വണ്ടി വേണേലും പാർക്ക് ചെയ്യാം. ഓപ്പണിംഗ് 1 വേ സിസ്റ്റം കൊടുത്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ എന്റെ സ്പേസ് ഞാൻ ലാപ്സ് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ വീടിനുള്ള കംപ്ലീറ്റ് ഡോർസും വിൻഡോസും സ്ലൈഡിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഇഞ്ചസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അത്രയും സ്പേസ് പോകും. ഇതിപ്പോ സ്ലൈഡിംഗ് അപ്പൊ ഇച്ചിരി പോലും സ്പേസ് കളയാതെ നമുക്ക് വലിയ ഓപ്പൺ ഡോറിന് പോലും ഇത്രയും സ്പേസ് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഒരു വീതിയിലുള്ള ഒരു ഡോർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എയർ സർക്കുലേഷൻ വളരെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്, വളരെ കറക്റ്റായിട്ട് കയറി ഇറങ്ങും. മറ്റുള്ള സ്ഥലത്തോട്ടൊന്ന് നമുക്കൊന്ന് നോക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും, മോസ്റ്റ് വെൽക്കം. ഇതാണ് എന്റെ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, അടിപൊളി. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആണ് ഡിസൈൻ ചെയ്ത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂമാണ് ഇതിനുള്ളത്. 3 അറ്റാച്ച് കൊടുത്തിരിക്കുന്നു. ഓക്കെ, പിന്നെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്. എവിടെയും ഭയങ്കര ദൈവവിശ്വാസിയാണ് അല്ലേ? അല്ല എന്നാലും ആ ദൈവത്തിന്റെ ഒരു കരപർശം കൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീടുകൾ ഇതിനുള്ളിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇതിനുള്ളിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് സ്ഥലമുണ്ട് എന്ന് കാണുമ്പോൾ വളരെ ഓക്കെ. രണ്ടാമത്തെ ബെഡ്റൂം. ഇതിൽ മാത്രമേ ഉള്ളൂ പെയിന്റിങ്. ഇതെന്റെ മോൻ തന്നെ അവന്റെ വർക്കാണ്. വളരെ മനോഹരമുണ്ട്. അവന്റെ കഴിവുകൊണ്ട് അവൻ തന്നെ ഡിസൈൻ ചെയ്യായിരുന്നു ഇത്. പിന്നെ ഈ പാസേജിൽ കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അടുത്ത ബെഡ്റൂം. ഇതാണ് ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂം. ഇതെന്റെ 2ാമത്തെ മോന് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, അവന്റേതായ ഐഡിയ. അപ്പൊ ഇത് സത്യത്തില് ഈ വീടെന്ന് പറയുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് വന്നു. ശരിയായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാനായിട്ടുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് ഉള്ള ഏരിയ ആണ് ഇത് മാത്രം. പിന്നെ ടെമ്പർ ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ടെമ്പർ ഗ്ലാസിന്റെ അവൈലബിലിറ്റി നിൽക്കുകയാണ്. ഓക്കെ, വളരെയധികം സന്തോഷം. അതായത് മല്ലപ്പള്ളി എന്ന് പറയുന്നത് എന്റെ തൊട്ടടുത്തുള്ള ദേശമാണ്. പക്ഷെ ഇതുവരെ കാണാനായിട്ടോ വരാനോ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ
ഇത് നമ്മുടെ ജന്മനാട് ജന്മനാട്. ഇതാണ് പിന്നെ ഇതെന്റെ രണ്ടാമത്തെ മോൻ. ഹായ് മോൻ. മോന്റെ പേര് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കും. എവിടെയാണ്, ഏത് കോളേജിലാണ്? പ്രൊവിഡൻസ് ചെങ്ങന്നൂര്. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ. രണ്ടാമത്തെ ബെഡ്റൂം അല്ല കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂം. ഇവിടെയാണ് ഇതിന്റെ കിച്ചൺ. ഓക്കെ. ഇതാണ് ഇതിന്റെ താഴോട്ടുള്ള എൻട്രൻസ്. ഓക്കെ. ഇത് താഴോട്ട് ഇതിലെ വേണേലും ഇറങ്ങാം. ഇപ്പൊ എന്താ 2 വാതിലുള്ളത് കൊണ്ട് എന്ത് ഇത് വന്നാലും എമർജൻസി ചാടിപ്പോ ഇത് നോക്കിക്കേ പ്രിയ പ്രേക്ഷകർ നോക്കെ. അതിവിശാലമായിട്ടുള്ള ഒരു അടുക്കളയാണ്, കിച്ചണാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് കണ്ട് എസ്പെഷ്യലി ലേഡീസിനെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഭയങ്കര സ്പേസ് ആണ്, വൈഡായിട്ടുള്ള ഒരു കിച്ചൺ. ഇതൊക്കെ സാറിന്റെ ആ പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു കഴിവ് എന്ന് തന്നെ പറയാം. അല്ല, ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും എത്ര പേരെ വേണേലും ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലുള്ള ഒരു മോഡേൺ കിച്ചൺ ആണ് ചെയ്തത്. ഓക്കെ. ഇതെല്ലാം വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്, ടൈലല്ല. കണ്ടാൽ ടൈലാണെന്ന് തോന്നും, പക്ഷെ ഇത്രയും ഒരു സ്പേസ് ഇതിന്റെ അകത്തുണ്ടെന്നുള്ളത് വെളിയിൽ കൂടി പോകുന്ന ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇല്ല, ആ വെളിയിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് വളരെ കുറവുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. മോനെ, സ്ലൈഡിംഗ് ഡോർസ് ആണ് മൊത്തം. ഇത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിനെ ഡിസൈൻ ചെയ്തിരിക്കുക. ഓക്കെ. ഇടുക്കി ആർച്ച് ഡാമിനെ. അതുപോലെ തന്നെ ഇതിനുള്ള 2 പ്രത്യേകതകളുടെ പ്രത്യേകതകളുണ്ട്, ഞാൻ പറയട്ടെ. ഓക്കെ. ഈ ബോർഡ് കംപ്ലീറ്റ് സ്ലൈഡ്. ഓക്കെ. മൊത്തം മാറ്റാം. ഇത് മൊത്തം മാറും, അതിങ്ങോട്ട് വരികയും ചെയ്യും. മുന്നേ പറഞ്ഞ് നമുക്ക് അനുകളിനെ കാണിക്കാം. ഈ ഡയറക്ഷനിലല്ല ഈ വീട് ഒരു ഹോളാകും. ഓക്കെ. ഇത് മൊത്തം സ്ലൈഡിങ് ഡോർസ് കൊണ്ട് നമ്മൾ കേറി വന്നപ്പം സത്യത്തില് എന്താ പറഞ്ഞ ഒരു ഭിത്തിയാണെന്ന് തോന്നി, പക്ഷെ ഇത് മൊത്തം മാറ്റാവുന്ന സ്ലൈഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഹാളിൽ നിന്നുള്ള മാറി ചെറിയൊരു സ്വീകരണ മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇത്രയും എഞ്ചിനീയറിംഗ് വിദഗ്ധനായുള്ള ഒരു ജെയിംസ് സാറാണ് ഈ വീട് ആധുനിക രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അപ്പൊ ആദ്യമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതായി സ്വീകരണ മുറിയായി. പക്ഷേങ്കില് ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തില് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാളായിട്ട് മാറുകയും ചെയ്യും. ഞങ്ങളുടെ വീടിനുള്ള ചെറിയ ചെറിയ പ്രത്യേകതകൾ. ഓക്കെ. ഇനിയും ഭാവിയില് എക്സ്റ്റൻഷൻ വേണേലും എനിക്ക് എങ്ങോട്ട് വേണേലും ഈ വീടിന് ചെയ്യാം. അതാണ് ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി. കോൺക്രീറ്റ് ബിൽഡിങ്ങിനോട് കൂടെ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇത് എങ്ങനെ വേണേലും മാറ്റപ്പെടുത്താം, ഏത് ഡയമെൻഷനോട്ടും ഇതിന് എക്സ്റ്റൻഷൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മല്ലപ്പള്ളിക്ക് അടുത്ത നെല്ലിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, മല്ലപ്പള്ളിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ഈ വീട് നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ സാറ് ഉള്ള സമയത്ത് അത് നമുക്ക് കാണിക്കാനുള്ള അവസരമൊക്കെ തരും. ഇതോടൊക്കെ തന്നെ വളരെയധികം ആൾക്കാർ ഈ വീട് ഈ ഭവനം സന്ദർശിക്കുകയും അവരൊക്കെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും A4 വിഷനിലെ പ്രേക്ഷകര് ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരെയൊക്കെ ഓക്കെ, അതാണല്ലോ നമ്മുടെയൊക്കെ സക്സസ്. സക്സസ്. പിന്നെ കൂടുതലൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ അടുത്തുള്ള ഒരാളാണെങ്കിൽ പോലും സാറിനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ സാറ് എനിക്ക് അനുവാദം തന്നു. അല്ല, ഏത് രീതി വേണേലും ഷൂട്ട് ചെയ്തു. എനിക്ക് എൻ്റെ ഒരു വർക്ക് ലോകം അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ എന്നുള്ള ഒരു ആഗ്രഹം. പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇന്ന് വരെ ആരോടും റെഫ്യൂസ് ചെയ്തിട്ടില്ല. ഈ പ്രസന്റ് മൂവ്മെന്റ് വരെ വന്നവർക്കെല്ലാം ഞാൻ മോസ്റ്റ് വെൽക്കം ആണ് പറഞ്ഞത്. ആർക്കും വന്ന ഏത് സമയത്തും എന്റെ വീട് കാണാം. ഇത് കാരണം വെച്ചാൽ ഈ വീടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഭിത്തികളെല്ലാം സ്ലൈഡിങ് ഡോർസ് ആണ്. അത് തെളിക്കഴിയുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ട് അത് ഹാളായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ കണ്ടു കാണാം, അത് ഭിത്തിയാണ്. പക്ഷെങ്കിൽ അത് തെള്ളിക്കഴിഞ്ഞാൽ
അത് അകത്തോട്ട് കയറിപ്പോവും. അപ്പൊ ആ ഒരു നീണ്ട നീളത്തിലുള്ള ഒരു ഹാളായിട്ട് രൂപാന്തരപ്പെടുകയും എത്ര പേർക്ക് ഇരിക്കാവുന്ന ഒരു മീറ്റിംഗ് വരെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, കുടുംബയോഗം വരെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കുടുംബയോഗം ഒക്കെ കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. സാറിന്റെ വീട്ടുപേര് എങ്ങനെയായിരുന്നു? തലച്ചിറക്കല്. മേഖരിക്കാട്ട് തലച്ചിറക്കലാണ്. ഓക്കെ. തീർച്ചയായിട്ടും സാറേ, ജെയിംസ് സാറിന് ഇനിയും ഉയരങ്ങൾ കീഴി നിൽക്കട്ടെ. അല്ല അതല്ല ഞാൻ ഓക്കെ. അല്ല അത് കാരണം വെച്ചാല് ഇനിയും ഇതുപോലെ നല്ല ഇന്നോവേറ്റീവായിട്ടുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാകട്ടെ. ക്രിയേഷൻസ് ഒക്കെ നാട്ടിൽ ആൾക്കാർ ചെയ്യുക, അത് തന്നെ ലോ കോസ്റ്റ് ബഡ്ജറ്റ് ചെയ്യാം, ഹൈ റേഞ്ചിലും ലോവർ റേഞ്ചിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന മെത്തേഡാണ്. ഇപ്പൊ ആരെങ്കിലും സാറിനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേര് തന്നെ ചെയ്തു, പക്ഷേ ഞാൻ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. ഓക്കെ. ഏതായാലും സാറിന്റെ ആ വഴിയിലൂടെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതിന്റെ സീലിംഗും കൺസീൽഡ് ആണ്, കംപ്ലീറ്റ് വയറിംഗും എല്ലാം. സാറിന്റെ വൈഫ് എവിടെ ജോലി ചെയ്തു? ബേക്കറിലാണ്. അപ്പം സാറും മോനും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. സാറിനോട് ഞാൻ പറയാൻ മറന്നുപോയി, ഞങ്ങൾക്കെല്ലാം തന്ന സപ്പോർട്ട് തന്ന ബെഹറിന്റെ ഫ്ലാഗിന്റെ ഡിസൈനാണ് ഞാൻ ഫ്ലൈറ്റിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വർഷം ബോംബെ പൂനെയിലായിരുന്നു. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ട്രെയിനിന്റെ ഡിസൈനൊക്കെ ഓരോ പാർട്ടുകൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അതുപോലെ ബെഹറിന് തന്നെ ഒരു ഐലൻഡ് ഉണ്ട്, ആവാർ ഐലൻഡ് എന്ന്. അവിടെ എനിക്ക് ഒരുപാട് കാലം മാർക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോകുന്ന കാലത്ത് ഞാനിങ്ങനെ ഷിപ്പിന്റെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ വേൾഡിൽ കൂടുതൽ യാത്ര ചെയ്ത 3 വാഹനങ്ങളുടെ ഡിസൈനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാറ് യാത്ര ചെയ്ത വാഹനങ്ങളില് ചിന്തിച്ചത് ഇത്രേ ഉള്ളായിരുന്നു. നല്ല ബിഗിനിങ്ങില് എങ്ങനെ കല്ലും മണ്ണും തടിയില്ലാതെ ഒരു വീടുണ്ടാക്കാം, അതായിരുന്നു. പിന്നെ ഈ എലിവേഷൻ ഒക്കെ എന്റെ സത്യത്തിൽ എത്ര മാസം പിടിച്ചത്? 5-6 മാസം എടുത്തു. 5-6 മാസം. കാരണം കൊറോണയുടെ പ്രോബ്ലം കൊണ്ട് മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ. അതുമല്ല ഇപ്പൊ അന്ന് നമുക്ക് വട്ടാന്ന് പറഞ്ഞവരെ കൊണ്ട് ഇന്നിപ്പം പിന്നെ എല്ലാരും വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. എന്തിനും ഡെയറിങ്ങോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയും ചെന്ന് നമുക്ക് സക്സസ് ഉണ്ടാക്കാം. നമ്മള് അത് പിന്തിരിഞ്ഞ് ചിന്തിച്ചാലാണ് ഒന്നും നടക്കാത്തത്. എപ്പോഴും നല്ല നല്ല ഐഡിയ പോസിറ്റീവായിട്ട് ചെയ്യുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ, എവിടെങ്കിലും ചെന്നൊക്കെ നമുക്ക് സക്സസ് ഉണ്ടാകും. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു സാറിന്റെ വിലപ്പെട്ട ടൈം എനിക്ക് തന്നതിൽ വളരെ സന്തോഷം. ഇനിയും ആൾക്കാർ വന്ന് കാണുക. സാർ ഇവിടെ ഉള്ള സമയത്ത് ഇത് കാണാനായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഈ വർക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഏതായാലും സാറിന്റെ ഈ ഇതുപോലുള്ള സ്വപ്ന ഗ്രഹം ലോകം മുഴുവൻ അറിയപ്പെടട്ടെ. എമ്പാടുമുള്ള മലയാളികളും അല്ലാത്തവരും ഈ ഇത് കാണട്ടെ. അവർക്കും ഇതുപോലുള്ള പുതിയ ചിന്തകൾ ഉണ്ടാകട്ടെ. കല്ലും മണ്ണും ഇല്ലാതെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്, സ്വപ്ന വീട് ഉണ്ടാക്കാൻ അവർക്കും ഒരു പ്രചോദനമാകട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സാറേ ഞാൻ നീങ്ങുവാണ്. അപ്പോൾ ഇത് A4 വിഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ ഈ പുറത്തുള്ള വീഡിയോ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ ഒന്ന് കണ്ടോണം, ആ ഡോറ് അടയാണ്. ശരിക്കും ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നോക്കൂ, ആ ഡോറ് വന്ന് അടഞ്ഞു. ഇങ്ങേ സൈഡിൽ ഷിപ്പിൻ്റെ ആകൃതിയുണ്ട്. അതോടൊപ്പം തന്നെ സാറ് ജോലി ചെയ്തിരുന്ന രാജ്യത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ ആ സിമ്പലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ്. എല്ലാവരും കഴിക്കണം. നോക്കുക, താഴെയാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെ ഉണ്ട്, ഗ്രൗണ്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ സാറിന് ഇനി എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡ് ചെയ്യുന്നു. ഇത് A4 വിഷന് വേണ്ടിയുള്ള വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.